ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പര നഷ്ടമായത് പരിശീലകൻ ഗൗതം ഗംഭീറിന് നേരെയുള്ള വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. നിർണായക മത്സരത്തിൽ KL രാഹുലിനെ പുറത്തിരുത്തി ശ്രേയസ് അയ്യരെ ടീമിൽ നിലനിർത്തിയ നടപടിയടക്കം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കൂടാതെ ഏകദിന പരമ്പരയിലെ ഗംഭീറിന്റെ പരീക്ഷണങ്ങൾ പാളിയെന്നുമാണ് വിമർശനം. എന്നാൽ പരീക്ഷണങ്ങൾ നിർത്താൻ ഗംഭീർ ഉദ്ദേശിക്കുന്നതെന്നാണ് പുതിയ നീക്കങ്ങൾ വ്യക്തമാക്കുന്നത്. ഇനി ഇന്ത്യക്കുള്ളത് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയാണ്. ഈ ടെസ്റ്റ് പരമ്പരയിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ ഗംഭീർ ഉദ്ദേശിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ പുതിയ നീക്കങ്ങൾ വ്യക്തമാക്കുന്നത്. ഇംഗ്ലണ്ട് ടീമിൽ ബ്രണ്ടൻ മക്കല്ല നടപ്പിലാക്കുന്ന ബാസ്ബോൾ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലും പരീക്ഷിക്കാനാണ് ഗംഭീറിന്റെ നീക്കം. ബാറ്റർമാർക്ക് കുറച്ചുകൂടി അഗ്രസീവായി ബാറ്റ് ചെയ്യാൻ അനുവാദം നൽകുന്ന കളിരീതിയാണ് ബാസ്ബോൾ ശൈലി നടപ്പിലാക്കുമ്പോൾ ചില വെടിക്കെട്ട് ബാറ്റർമാരെയും ഗംഭീർ ടീമിലെടുക്കാൻ പദ്ധതിയിടുന്നുണ്ട്. മലയാളി താരം സഞ്ജു സാംസൺ, വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷൻ, T20 നായകൻ സൂര്യകുമാർ യാദവ്, ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യ എന്നിവർക്ക് ഗംഭീർ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൂര്യകുമാർ യാദവും ഇഷാൻ കിഷനും ബച്ചിബാബു ടൂർണമെന്റിൽ കളിക്കാൻ തയ്യാറെടുക്കുകയാണ്. ടെസ്റ്റ് ഫോർമാറ്റാണ് ഈ ടൂർണമെന്റിന്. സഞ്ജുവിന് ദിലീപ് ട്രോഫി കളിക്കാനും നിർദ്ദേശമുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.